കേന്ദ്ര ഫണ്ടുകൾ കൈമാറുന്നത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരും കേരളവും തമ്മിലുള്ള തർക്കം മുറുകുകയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തെ കടക്കണിയിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതെന്നാണ് ഇന്ന് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ഒരു സത്യവാങ്മൂലത്തിൽ കേരളം ആരോപിക്കുന്നത്. അതേസമയം ഇന്നലെ രാജ്യസഭയിൽ നൽകിയ മറുപടിയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞത് ഒരു പൈസ പോലും കേരളത്തിന് കുറച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ധനകാര്യ കമ്മീഷൻ പറഞ്ഞിട്ടുള്ള അതേ തോതിൽ തന്നെ എല്ലാ പണവും കൈമാറിയിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായി നിർമ്മല സീതാരാമൻ കണക്കുകൾ നിരത്തി പറയുന്നു. ഇത് രണ്ടും തമ്മിൽ എവിടെയോ ചേരുന്നില്ല. ബാലു, സത്യം ഇതിൻ്റെ എവിടെയാണ് നിൽക്കുന്നത്? സത്യം എവിടെയാണ് എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. പക്ഷേ കേരളം ഇന്ന് ഉന്നയിക്കുന്നത് സുപ്രീം കോടതി നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ, സംസ്ഥാന ചീഫ് സെക്രട്ടറി നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ പറയുന്നത് കേരളത്തിലുണ്ടായിരിക്കുന്ന ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിക്കൊക്കെ എല്ലാ കാരണവും കേന്ദ്രം എന്നതാണ്. കേന്ദ്രം കടമെടുക്കാൻ വേണ്ടി അനുവദിക്കുന്നില്ല. പക്ഷേ കേന്ദ്രമാകട്ടെ വലിയ കടക്കണിയിലാണ് എന്നാണ് പറയുന്നത്. കാരണം ഇന്ത്യയിലുള്ള മൊത്തം കടത്തിൻ്റെ 60% കേന്ദ്രത്തിൻ്റെ കടമാണ്. 40% മാത്രമാണ് സംസ്ഥാനങ്ങളുടെ മൊത്തം കടമെടുത്താൽ ഉണ്ടാകുന്നതെന്നാണ് കേരളം ചൂണ്ടിക്കാണിക്കുന്നത്. കേന്ദ്രത്തിൻ്റെ 60% എന്ന് പറയുന്ന അതിൻ്റെ 1.75% മാത്രമാണ് കേരളത്തിൻ്റെ കടം എന്നും സംസ്ഥാനം പറയുന്നുണ്ട്. അതായത് കേരളത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാമ്പത്തിക ദൂർത്തോ അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയോ ഒന്നും രാജ്യത്തിൻ്റെ സാമ്പത്തിക നിലയെ യാതൊരു തരത്തിലും ബാധിക്കില്ല എന്നാണ് കേരളം വ്യക്തമാക്കുന്നത്. കേരളം പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി നേരത്തെ ബസന്ത് പറഞ്ഞിരുന്നത്, അത് അതിലെ എക്സാക്ട് വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിൻ്റെ ആരോപണം തെരഞ്ഞെടുപ്പ് എത്തുന്ന സമയത്ത്, തെരഞ്ഞെടുപ്പ് എത്തി നിൽക്കുന്ന ഒരു സമയത്ത് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാക്കുവാൻ വേണ്ടി കേന്ദ്രം രാഷ്ട്രീയ കൗശലം പ്രയോഗിക്കുന്നു എന്നാണ് ആ സത്യവാങ്മൂലത്തിൽ ചീഫ് സെക്രട്ടറി ആരോപിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ കണക്കുകൾക്ക് അപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ സത്യവാങ്മൂലമാണ് സംസ്ഥാനം ഈ സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്നത്. പക്ഷേ ഇതിലൊരു കാര്യം, ഇത് സാമ്പത്തിക പ്രശ്നമാണ്, അല്ലെങ്കിൽ ടാക്സ് ഡെവല്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒരു സംസ്ഥാനത്തിന് മാത്രമായി അനിയന്ത്രിതമായി കടമെടുക്കാൻ ഒരു കേന്ദ്ര സർക്കാർ ആരെയും ഇതുവരെ അനുവദിച്ചിട്ടില്ല. ഒരു സംസ്ഥാനത്തിന് കടമെടുക്കുന്നതിന് ചില പരിധികൾ നിശ്ചയിച്ചിട്ടുണ്ട്. മൊത്ത ആഭ്യന്തര ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ കണക്കുകളെന്ന് പറയുന്നത്. അപ്പോൾ ആ പരിധിക്ക് അപ്പുറത്തേക്ക് പോയി കടമെടുക്കാൻ കേരളത്തിന് മാത്രമായി എന്തിനാണ് കേന്ദ്ര സർക്കാർ അനുവാദം കൊടുക്കുന്നതെന്നാണ് കേന്ദ്രത്തിൻ്റെ ചോദ്യം. കഴിഞ്ഞ ദിവസം ധനമന്ത്രി പറഞ്ഞതിൽ ഗ്രാൻഡ് ഇൻ എയ്ഡായിട്ട് പറഞ്ഞിട്ടുള്ളത് 1.5 ലക്ഷം കോടി രൂപയോളമാണ് സംസ്ഥാനത്തിന് നൽകിയിട്ടുള്ളത് എന്ന് പറഞ്ഞത്. ഇന്ന് കേരളം നൽകിയിട്ടുള്ള ഒരു മറുപടി, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ പറയുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് അത് GST വിഹിതം കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. 57,000 കോടി രൂപയോളം ഞങ്ങൾക്ക് നൽകാനുണ്ട് എന്നുള്ളൊരു വാദവും കേരളം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇത് രണ്ടും തമ്മിൽ പറയുമ്പോൾ കേരളത്തിന് മാത്രമായി എങ്ങനെ ഈ പറയുന്ന ഇന്ന് കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ ഏകദേശം 2,62,000 കോടി രൂപയോളം കടമെടുക്കാൻ അനുവദിക്കണമെന്നാണ് പറയുന്നത്? എങ്ങനെയാണ് ഒരു കേന്ദ്ര സർക്കാർ അതിന് അനുമതി നൽകുക? അല്ല, അടിയന്തരമായി 26,000 കോടി രൂപ എന്നാണ് കേരളം ആവശ്യപ്പെടുന്നത്. പക്ഷേ അത് കേരളം പറയുന്നത് ഈ പാരാമീറ്റേഴ്സിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ധനകാര്യ കമ്മീഷൻ്റേതായിക്കോട്ടെ, കേന്ദ്രം ഇപ്പോൾ അനുവർത്തിക്കുന്ന ഈ ധനകാര്യ പാരാമീറ്റേഴ്സ്, അതായത് ഈ വായ്പാ പരിധി ഉൾപ്പെടെ നിശ്ചയിക്കുന്ന ഈ പാരാമീറ്റേഴ്സ് നേരത്തെ ഈ വലിയ തോതിൽ ഈ വികസനം ഉണ്ടായ, അല്ലെങ്കിൽ ഈ സാമൂഹ്യ മേഖലയിലൊക്കെ വികസനം ഉണ്ടായ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണെന്നാണ് കേരളം ചൂണ്ടിക്കാണിക്കുന്നത്. കേരളം വളരെ കാലമായി ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളത്തിൻ്റെ കാര്യം പറയുന്നത് ആരോഗ്യത്തിലും വിദ്യാഭ്യാസത്തിലും ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. അങ്ങനെ അന്ന് അതിന് പണം വിനിയോഗിക്കാത്ത സംസ്ഥാനങ്ങളുമായാണ് ഇപ്പോൾ കേരളത്തിനെ കമ്പയർ ചെയ്യുന്നത്. ആ അസന്തുലിതാവസ്ഥയാണ് കേരളം ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഇത്രയും വികസനങ്ങളൊക്കെ ചെയ്തു, ഇത്രയും കാര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങളിൽ വികസനമുണ്ടായി, മാനവ വിഭവ സൂചികയിൽ കേരളത്തിനൊരു ഉയർച്ചയുണ്ട്. അതെല്ലാം കാരണമാണ് ഇപ്പോൾ കേരളത്തിന് ഈ പ്രതിസന്ധി ഉണ്ടാകുന്നതെന്നാണ് കേരളം വ്യക്തമാക്കുന്നത്. പക്ഷേ ഞാൻ നേരത്തെ ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം കൂടി കേരളം പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ ക്രെഡിറ്റ് റേറ്റിങ്ങിനെ കുറിച്ച് ഒരു സംസ്ഥാനം നേരത്തെ സുപ്രീം കോടതിയിൽ നൽകിയിരുന്ന ഈ അറ്റോർണി ജനറൽ ഈ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ചൊരു കുറിപ്പ്, അതിനെ സത്യവാങ്മൂലം എന്ന് പറയാൻ പറ്റില്ല, അദ്ദേഹം ഒരു നോട്ടായിരുന്നു നൽകിയിരുന്നത്. ആ നോട്ടിൽ അദ്ദേഹം ഈ കേരളത്തിൻ്റെ ഈ അനിയന്ത്രിതമായ കടമെടുപ്പ്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി, ഇതൊക്കെ ക്രെഡിറ്റ് റേറ്റിങ്ങിനെ ബാധിക്കുമെന്ന് പറയുമ്പോൾ കേരളം ഇന്നും വളരെ രസകരമായ ഒരു കാര്യം പറയുന്നുണ്ട്. ഇന്ത്യയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് ആഗോള വിപണിയിൽ വളരെ മോശമായിരുന്നു. ഞങ്ങൾ കിഫ്ബിയുമായി മറ്റേ ഈ വായ്പയ്ക്കായി മറ്റ് അന്താരാഷ്ട്ര വിപണിയിലൊക്കെ ചെന്നപ്പോൾ ഈ മോശം ക്രെഡിറ്റ് റേറ്റിംഗ് ഞങ്ങൾക്ക് പ്രതിസന്ധി സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല മറ്റേതെങ്കിലും സംസ്ഥാനം ഇങ്ങനെ ഇന്ത്യയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് ഇത്ര മോശമായിരുന്നു എന്ന് സുപ്രീം കോടതിയെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോറത്തിൽ ഇങ്ങനെ തുറന്നു പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും
ഏത് റേറ്റിംഗ് ഏജൻസിയാണ് അവർ പറഞ്ഞ ഏതെങ്കിലും പിന്നെ സ്റ്റാൻഡേർഡ് ആൻഡ് പൂർ ആണോ അതുപോലെ ഏതെങ്കിലും ഒരു അങ്ങനെ ഏതെങ്കിലും ഒരു ഏജൻസിയെ കോട്ട് ചെയ്തല്ല പറഞ്ഞിരിക്കുന്ന മൊത്തത്തിൽ. കാരണം അവർ നേരിട്ട പ്രതിസന്ധി കിഫ്ബിക്ക് വേണ്ടി ഇങ്ങനെ കടമെടുക്കാൻ വേണ്ടി പോയപ്പോൾ ഈ മോശം ക്രെഡിറ്റ് റേറ്റിംഗ് തങ്ങൾക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു എന്നാണ് കേരളം വ്യക്തമാക്കുന്നത്. അതുപോലെ ഈ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ നേരത്തെ അറ്റോർണി ജനറൽ പറഞ്ഞിരുന്ന പല വസ്തുതകളും വസ്തുതാ വിരുദ്ധമാണെന്നും കേരളം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് രസകരമായി തോന്നിയത് 2016 ധവളപത്രമായിരുന്നു. തോമസ് ഐസക് ധനകാര്യമന്ത്രി ആയിരുന്നപ്പോഴായിരുന്നു 2016 അധികാരത്തിലെത്തിയ ഉടനെ തന്നെ ഒരു ധവളപത്രം പുറത്തിറക്കിയിരുന്നു. ആ ധവളപത്രത്തിൽ കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, കരകയറാൻ വേണ്ടി കഴിയാത്ത തരത്തിലൊക്കെ ആണെന്നൊക്കെ ഉള്ള പരാമർശം ഉണ്ടായിരുന്നു. അത് അറ്റോർണി ജനറലിൻ്റെ കുറിപ്പിലുണ്ടായിരുന്നു. അതിനിന്ന് കേരളം നൽകിയിരിക്കുന്ന മറുപടിയും വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. 2016 സാഹചര്യങ്ങളായിരുന്നു അന്നത്തെ ധവളപത്രത്തിലുണ്ടായിരുന്നത്. പിന്നീട് എന്നാൽ ഈ ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരുമൊക്കെ നടത്തിയ ചില നടപടികളുടെയൊക്കെ അല്ലെങ്കിൽ ആ നടപടികളുടെയൊക്കെ ഭാഗത്തിൽ കേരളം തിരിച്ചു വന്നിരിക്കുന്നു. ഇപ്പോൾ ധനക്കമ്മിയും അതുപോലെ തന്നെ ഈ നികുതി അതുപോലെ ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റുമൊക്കെ ഏതാണ്ട് ധനകാര്യ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന ശുപാർശ ചെയ്തിരിക്കുന്ന തോതിൽ തന്നെ നിലനിർത്താൻ വേണ്ടി കേരളത്തിന് കഴിയുന്നു എന്നാണ് ഈ സത്യവാങ്മൂലത്തിൽ. അല്ല, ഇതിൽ മറ്റൊരു വിഷയം കേരളം പറഞ്ഞിരുന്നത് നേരത്തെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ നൽകുന്ന നികുതിക്ക് സമാനമായ രീതിയിൽ കേന്ദ്രം തിരിച്ചു നൽകുന്നില്ല എന്നുള്ളതാണ്. അതിന് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഭയിൽ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി നൽകവേ പറഞ്ഞത് ഹിമാലയത്തിലെ വെള്ളം അത് ഹിമാലയത്തിൻ്റെ താഴ്വരയിലുള്ള സംസ്ഥാനങ്ങൾക്ക് മാത്രമല്ല, രാജ്യത്തെല്ലാവർക്കും ബാധകമായിട്ടുള്ളതാണ്. അപ്പോൾ അത്തരത്തിലൊരു വാദം ഉന്നയിക്കുന്നത് ശരിയാണോ എന്നുള്ളതാണ്. അതായത് കേരളം ഇന്ന് പറഞ്ഞിരിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളുമായി ഞങ്ങളെ തുലനം ചെയ്യരുത്. മറ്റ് ഓരോരോ സംസ്ഥാനങ്ങൾക്കും അവരുടേതായ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാ സംസ്ഥാനങ്ങളുടെയും ദേശീയ ശരാശരിയുമായി കേരളത്തിനെ തുലനം ചെയ്യുന്ന അവിടെയും പ്രധാനമന്ത്രിക്ക് മറുപടിയുണ്ട്. ഒരു താഴെ നിൽക്കുന്ന ഒരു സംസ്ഥാനത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ കൂടുതൽ പണം ചെലവാക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അത് നൽകാൻ പാടില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ അതെന്ത് ശരിയാണ് എന്നുള്ളതാണ്. അത് കോൺഗ്രസിനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്, കേരളത്തെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. പക്ഷേ കോൺഗ്രസിൻ്റെ ആ രാഷ്ട്രീയത്തെ ഉദ്ദേശിച്ച് അദ്ദേഹം പറഞ്ഞ് നിങ്ങളൊരു ദക്ഷിണേന്ത്യ ഉത്തരേന്ത്യ ഒരു ഡിവൈഡ് ഒരു വിടവുണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഒരു താഴെ നിൽക്കുന്ന ഒരു സംസ്ഥാനത്തെ മുകളിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് കൂടുതൽ പണം അവിടെ നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അവർക്ക് കൊടുക്കരുത് എന്ന് നിങ്ങളെങ്ങനെ പറയുന്നു? നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾക്ക് ആവശ്യപ്പെടാം. അവർക്ക് കൊടുക്കരുത് എന്ന് പറയുന്ന ഒരു ന്യായം, ആ ന്യായം എത്രത്തോളം ശരിയാണ് കേരളത്തിൻ്റെ ഈ കാര്യത്തിൽ? എല്ലാം ഞങ്ങൾ ചെയ്തു എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഈ വാദം ഞങ്ങളെല്ലാം വളരെ കൃത്യമാണ്. അതിശക്തമായ ഒരുപക്ഷെ സമീപകാലത്ത് തന്നെ ഇത്രയും കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ടുള്ള ഇന്നലത്തേക്ക് ആ ഒരു ധർണ ജന്തർ മന്ദറിലെ സമരം അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വേണം നമ്മളിത് കാണേണ്ടത്. ഇന്നലെ ഈ സംസ്ഥാന സർക്കാരിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരാകുന്നത് പ്രമുഖ അഭിഭാഷകനായ കപിൽ സിബലാണ്. കപിൽ സിബൽ ഇന്നലത്തെ ഈ സമരത്തിൽ പങ്കെടുത്തിരുന്നു. ആ വേദിയിൽ വെച്ച് അദ്ദേഹം പിണറായി വിജയനും സംസ്ഥാന ധനകാര്യമന്ത്രിയുമായി ചർച്ച നടത്തുകയൊക്കെ ചെയ്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് വളരെ ശക്തമായ രാഷ്ട്രീയ വിമർശനവുമായി കേരളം സുപ്രീം കോടതിയിൽ കേന്ദ്രത്തിനെ സമീപിക്കുന്നത്. ഒരുപക്ഷെ ഈ കേസിൽ കേരളത്തിന് അനുകൂലമായ വിധിയൊക്കെ ഉണ്ടാകുമോ എന്നുള്ളത് കേരളത്തിൽ തന്നെ പലർക്കും സംശയമൊക്കെ ഉണ്ടായിരിക്കും. കാരണം കഴിഞ്ഞ ദിവസം നമ്മളടുത്ത് ഈ മന്ത്രിമാരൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞിരുന്നത് ഇത് ഭരണഘടനാ വിഷയമാണ്. കാരണം ഇത് ഭരണഘടനാ ബെഞ്ചിനൊക്കെ പോകാനുള്ള ഒരു ബാലു, ഇതിലൊരു വിഷയം, ഇതൊരു രാഷ്ട്രീയ മത്സരമാണെങ്കിൽ രാഷ്ട്രീയ തലത്തിൽ എടുക്കുക. നിങ്ങൾ ധനമന്ത്രാലയവുമായി ഡീൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഫിഗേഴ്സാണ് വരുന്നത്. മനസ്സിലായില്ലേ? നിങ്ങളൊരു കണക്ക് പറയുമ്പോൾ അതിനൊരു രേഖയുണ്ട് എവിടെയെങ്കിലും, റിസർവ് ബാങ്കിലോ ധനമന്ത്രാലയത്തിലോ ഇല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒരു രേഖയുണ്ടാവും. അപ്പോൾ പണം കിട്ടിയില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ അവരുടെ ഈ രേഖ അപ്പോൾ ഇന്നലെ ധനമന്ത്രി പറഞ്ഞ പോയിന്റ് അതാണ്. ഗ്രാൻഡ് ഇൻ എയ്ഡ് നൽകിയിട്ടുണ്ട്. ടാക്സ് ഡെവല്യൂഷൻ്റെ കാര്യത്തിൽ ഇത്ര 2004-2014 കാലഘട്ടത്തിൽ 46,000 കോടി രൂപ. അതേസമയം 2014 മുതൽ 2023 ഡിസംബർ 22 വരെ 1,50,000-ലധികം രൂപ, 224% വർധനവ്. അത് രേഖയാണ്. ഗ്രാൻഡ് ഇൻ എയ്ഡ് എന്ന് പറയുന്നത് റിസർവ് ബാങ്കിൻ്റെ കണക്കിൽ വരുന്ന കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ രേഖയുണ്ട്. അപ്പോൾ ഈ രേഖകൾ സംസാരിക്കുന്ന ഒരു കാര്യം ഒരു ഭാഗത്ത് വരുമ്പോൾ മറുഭാഗത്ത് ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് കേരളത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. എന്ന് വെച്ചാൽ ഈ പറയുന്ന റേറ്റിംഗ് ഏജൻസികൾ എന്ന് പറയുമ്പോൾ ഏത് റേറ്റിംഗ് ഏജൻസി എന്ന് അവിടെ വിശദീകരിക്കുന്നില്ല. ഇതുവരെയുള്ള വിദേശ ഏജൻസികളുടെ റേറ്റിംഗ് ഏജൻസികളുടെ ഇത് വെച്ച് ഇന്ത്യയുടെ സമ്പദ്ഘടന 7% വളർച്ചയ്ക്ക് സാധ്യത തുടങ്ങിയ രീതിയിലുള്ള വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏത് റേറ്റിംഗ് ഏജൻസിയാണ് മോശമായിട്ടുള്ള ഒരു റേറ്റിംഗ് ഇന്ത്യക്ക് നൽകിയത് എന്ന് ഒരു കോടതിയുടെ മുന്നിൽ നൽകുന്ന ഒരു സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കാതെ ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്, നേരത്തെ ബാലു പറഞ്ഞ പോലെ ഒരു രാഷ്ട്രീയ യുദ്ധം മാത്രമാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് കടക്കണിയിലാക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ കേരളത്തിലെ സാമ്പത്തിക ബാധ്യത
കേന്ദ്ര സർക്കാരിന്റെ മുകളിലിട്ട് കൈകഴുകി രക്ഷപ്പെടാനുള്ള ഒരു രാഷ്ട്രീയ നീക്കം മാത്രമായി കേരളത്തിന്റെ അങ്ങനെ സത്യവാങ്മൂലത്തെ കാണാൻ കഴിയും. അങ്ങനെ കേരളത്തിൽ മാത്രമല്ല, കാരണം കർണാടകം സുപ്രീം കോടതിയിൽ വരാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്, ഡൽഹി വരാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്, ഡൽഹി ഒരു പഞ്ചാബ് വരാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. മറ്റു പല സംസ്ഥാനങ്ങൾക്കും, പ്രതിപക്ഷ സംസ്ഥാനങ്ങൾക്കെല്ലാം ഇതേ പ്രശ്നങ്ങളുണ്ട്. അവരെല്ലാം വിവിധ തലങ്ങളിൽ ഒരുപക്ഷെ കേരളത്തിൻ്റെ ഇതിൽ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകുകയാണെങ്കിൽ സ്വാഭാവികമായും മറ്റ് സംസ്ഥാനങ്ങളും എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്ന് വേണം കരുതേണ്ടത്. കാരണം ഇന്നലെ അരവിന്ദ് കെജ്രിവാൾ തന്നെ പറഞ്ഞു, പഞ്ചാബ് സുപ്രീം കോടതിയെ സമീപിക്കാൻ വേണ്ടി ഏതാണ്ട് തീരുമാനിച്ചിട്ടുണ്ട്, കർണാടക സിദ്ധരാമയ്യ വരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പല സംസ്ഥാനങ്ങൾക്കും ഇതൊരു പ്രതിസന്ധി തന്നെയാണ്. അല്ല, ഇന്നലെ തമിഴ്നാടിൽ നിന്ന് PTR ഉണ്ടായിരുന്നു. പക്ഷേ തമിഴ്നാടിൻ്റെ കാര്യവും ഇന്നലെ നിർമ്മല സീതാരാമൻ ചൂണ്ടിക്കാണിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഞാനീ പറഞ്ഞ പോലെ ഇത് ഒരു കണക്കുകൾ കൊണ്ടുള്ള ഒരു കളിയാണ്. കേരളത്തിൻ്റെതായിരുന്നാലും കേന്ദ്ര സർക്കാരിൻ്റെതായിരുന്നാലും നേരത്തെ പറഞ്ഞ പോലെ സത്യം ഇതിൻ്റെ നടുക്ക് എവിടെയോ ആണ്. അത് കണ്ടെത്താൻ ഇനിയും സമയമെടുക്കും. ഒരുപക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ അത് നീണ്ടുപോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.